ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലൈം ജ്യൂസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ലൈം ജ്യൂസിന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ലൈം ചെയ്യുന്നത്. ഒരു ഗ്രീൻ ലൈമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈമാണിത്. അപ്പോൾ ഈ ചൂടത്ത് കുടിക്കാനൊക്കെ നല്ലതാണ്, ശരീരത്തിന് നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന നല്ലൊരു ലൈമാണിത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ആവശ്യമാണ്. അപ്പോൾ ഈ ഗ്രീൻ ലൈം എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ, അത് ലെങ്തി ഒന്നും ഇല്ലാത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാം, എന്നിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ ഗ്രീൻ ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കുക. അതിലേക്ക് ഒരു സാലഡ് കക്കരിയാണ്, അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ചെറുനാരങ്ങൻ്റെ നീരൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ചെറുനാരങ്ങ പിഴിയുമ്പോൾ അതിൻ്റെ കുരു ഇടരുത്. കുരുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മുടെ ജ്യൂസ് കയ്പ്പ് വരും. എപ്പോൾ ലൈം ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ കുരു ഇല്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കുരുവും തൊലിയൊക്കെ ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പം തന്നെ കുടിക്കണം, അല്ലെങ്കിൽ കുറച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ നീര് മാത്രം ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ്സൊക്കെ നിങ്ങൾക്ക് തണുപ്പിനനുസരിച്ച് നിങ്ങൾക്ക് അളവിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിക്കണം. തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ ലൈം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലൈമാണ് കേട്ടോ, നല്ല സ്മെല്ലുമാണ് ഇതിന്, പുതിനയൊക്കെ ചേർത്തുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പിയാണത്. അപ്പോൾ നല്ല ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.